ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വണ്ടറിങ് ഗേൾസ്. അപ്പോൾ ഇത് ക്രിസ്മസ് സീസൺ ആണ്. നമ്മുടെ വീട്ടിൽ ഒരുപാട് ഗസ്റ്റുകൾ വരാനുണ്ടാവും. അവർക്ക് വേണ്ടി നല്ലൊരു ക്രിസ്മസ് ടേബിൾ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ആംബിയൻസ് ഒന്ന് ചേഞ്ച് ചെയ്യണം, ഒരു ക്രിസ്മസ് വൈബിലേക്ക് എത്തണം. സോ ഞാനത് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ലൈറ്റ്സ് ഒക്കെ ഇട്ട് നമ്മൾ ക്രിസ്മസ് വൈബൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് ടേബിൾ ഡെക്കോറിലേക്കാണ്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ ഹോൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെയാണ് നമ്മളിന്ന് ടേബിൾസ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ടേബിൾ റണ്ണറാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വുഡൻ ബോക്സ് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്യാൻ പോവാം. അപ്പോൾ ഈ ഒരു ബോക്സ് നമ്മൾ കുറച്ച് സാധനങ്ങൾ, ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇതിനെ ഒന്ന് ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ബോക്സിൽ ആ ഒരു ഗാർലൻഡ് വെച്ച് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൽ ഫിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ വാങ്ങിയ ഈ രണ്ട് മാറ്റ് ഇത് നമുക്ക് പ്ലേസ് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ജ്യൂസിൻ്റെ 2 ബോട്ടിൽസ് ആണ്. കുറച്ച് DIY ട്രിക്സും കൂടി ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ബഞ്ചായിട്ടുണ്ടായിരുന്ന ബെറീസിനെ ഞാനിങ്ങനെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സ്റ്റിക്സ് വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു ബഞ്ച് നമുക്ക് ഈ ഒരു ബോട്ടിലിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ 2 വുഡൻ ക്യാൻഡിൽസ് ആണ് ഞാൻ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഹൈറ്റിൽ, ഈ ഒരു ടേബിൾ ലെവലിൽ നിന്ന് കുറച്ച് ഹൈറ്റിൽ ഇരുന്നാൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഒരു 2 ഗ്ലാസ് എടുത്തിട്ട് നമ്മളത് തൽക്കാലം ക്യാൻഡിലിൻ്റെ സ്റ്റാൻഡാക്കി സെറ്റ് ചെയ്യാൻ ഓർത്തു. അപ്പോൾ കുറച്ച് ഹൈറ്റിലായിട്ട് അത് ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ഫീൽ കിട്ടും. ഇത് ശരിക്കും സാധാരണ ഒരു ക്യാൻഡിലല്ല, പകരം നമ്മൾ സെൻറ്റഡ് ക്യാൻഡിൽസ് ഇങ്ങനെയുള്ള ഒരു ഡൈനിങ്ങിന് യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം നമ്മൾ ആ ഒരു ആംബിയൻസും കിട്ടും, അതുപോലെ നല്ലൊരു സ്മെല്ലും നല്ലൊരു എന്താ പറയുക, ഒരു നല്ലൊരു മൂഡും തരും അത്. അപ്പോൾ ഇങ്ങനെ 2 വലിയ ക്യാൻഡിൽസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ക്യാൻഡിൽസ് ആണ് ഈ ഗ്ലാസ്സിൻ്റെ മുകളിൽ ഹൈറ്റ് കുറവായിട്ട് ഗ്ലാസിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ ഞാൻ 2 ഹൈറ്റുള്ള വലിയ 2 ക്യാൻഡിൽസും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്ലേസ് ചെയ്യാം കേട്ടോ. ഒരെണ്ണം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സൈഡിലായിട്ട്, അതുപോലെ തന്നെ ഈക്വലി ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഡെക്കോർ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ 2 സൈഡും ഈക്വലായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ അവിടെ ക്യാൻഡിൽസും ബോട്ടിൽസും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ ഒരു ഗാർലൻഡിനെ നമ്മൾ മാക്സിമം അട്രാക്റ്റീവ് ആക്കണം. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഐറ്റംസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യാം. ഞാൻ ആ ഒരു ബോൾസ് സെറ്റ് ചെയ്തു. അതിൻ്റെ ഇടയിൽ കുറച്ച് ഈ പൈൻ സീഡ്സ് ഞാൻ അതിനിടയിൽ മിക്സ് ചെയ്യും. നമ്മൾ സെറ്റ് ചെയ്ത
ചെയ്തപ്പോൾ ഇതിൻ്റെ ഇടയിൽ കണ്ടോ കുറച്ച് ഗ്യാപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗോൾഡൻ ബെറീസ് വെച്ചിട്ട് നമ്മളത് ഫില്ല് ചെയ്യും. അപ്പോൾ നമ്മുടെ ഗാർലൻഡ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ മുകളിൽ നമ്മൾ ലൈറ്റ്സ് കൊടുക്കുകയാണ്. LED ലൈറ്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു കോക്ക് ടൈപ്പ് ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടിൽ നമുക്ക് കുറച്ചും കൂടി ഡെക്കറേറ്റീവ് ആക്കാം. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ബോട്ടിലിനകത്ത് നമ്മുടെ LED ലൈറ്റ്സ് ഫില്ല് ചെയ്യാൻ പോകാം. അപ്പോൾ അത് കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിലിലേക്ക് ഈ ലൈറ്റ്സ് കംപ്ലീറ്റ് നമ്മൾ ഇറക്കോട്ടോ. ലൈറ്റ്സ് മാത്രമേ ഇറങ്ങുന്നുള്ളൂ. കോർക്കിൻ്റെ ഇൻ്റെതാ ഈ ഒരു സൈഡിലായിട്ട്. എന്നിട്ട് നമ്മൾ ഈ ബെറീസിൻ്റെ ഈ സ്റ്റിക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യുക, ഇറക്കി വെക്കാം. കേട്ടോ, നോർമൽ അതിരിക്കുന്നതിലും കുറച്ചും കൂടി ഭംഗിയായി ഈ ഒരു ലൈറ്റ്സ് ഇതിനുള്ളിൽ വന്നപ്പോൾ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ടേബിൾ ഡെക്കറേഷൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കുന്നത് വൈറ്റ് കളറിലെ പ്ലേറ്റ്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ടേബിൾ ഡെക്കോർ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇത് ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ക്രിസ്മസ് ടേബിൾ നിങ്ങൾക്ക് ഡെക്കോർ ചെയ്യാം. ക്രിസ്മസ് ടേബിൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് ടേബിൾ ഡെക്കോർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ക്രിസ്മസ് ടേബിൾ ഡെക്കറേഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ക്രിസ്മസ് ടൈമിൽ നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക മെറി ക്രിസ്മസ്. ഇനി നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണുന്നത്.